ഈ ലോകം നിലനിൽക്കുന്ന കാലത്തോളം അങ്ങയുടെ മേൽ അള്ളാഹുവിൻ്റെ രക്ഷയുണ്ടാവട്ടെ യാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. തലമുറകൾ എത്ര കഴിഞ്ഞു പോയാലും, കാലങ്ങൾ എത്ര കടന്നു പോയാലും, ഈ ഭൂമിയിൽ എത്ര ജനതകൾ മണ്ണടിഞ്ഞു പോയാലും ഉയർന്നു നിൽക്കുന്ന ഒരേ ഒരു നാമം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സൂര്യൻ ഉദിക്കുന്ന കാലത്തോളം, ചന്ദ്രൻ പ്രകാശം പൊഴിക്കുന്ന കാലത്തോളം, നക്ഷത്രങ്ങൾ കണ്ണു ചെമ്മി തുറക്കുന്ന കാലത്തോളം അങ്ങയുടെ മേൽ അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും മഴ പോലെ വർഷിക്കട്ടെ യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സലാം ആപ് പർ താജ്ദാരെ മദീന, സലാം ആപ് പർ താജ്ദാരെ മദീന, दुरूद आप पर शहरयारे मदीना, सलाम ओदिडाम या रसूल हबीबे, सलाम ओदिडाम या रसूल हबीबे. അല്ലാഹുവിൻ്റെ സലാം അങ്ങയുടെ മേൽ കാലാകാലവും വർഷിച്ചു കൊണ്ടിരിക്കട്ടെ യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. തണിയാമിനാബിതൻ തരുളാറ്റപ്പൂവേ, ഹലിമാബി പോറ്റിയ വിശുദ്ധ നിലാവേ, തണിയാമിനാബിതൻ തരുളാറ്റപ്പൂവേ, ഹലിമാബി പോറ്റിയ വിശുദ്ധ നിലാവേ, നബിയായ അവസാനം അവതരിച്ചോരേ, നബിയായ അവസാനം അവതരിച്ചോരേ, പാരിതിൽ റഹ്മത്തായി പിറന്ന റസൂലേ, സലാം ആപ് പർ താജ്ദാരെ മദീന, സലാം ആപ് പർ താജ്ദാരെ മദീന. മഹനീയ ദീനിൽ വഴികാട്ടിയോരേ, മരുഭൂവിൽ ദീൻ മലർ വിരിച്ചനൂരേ, മഹനീയ ദീനിൻ വഴികാട്ടിയോരേ, മരുഭൂവിൽ ദീൻ മലർ വിരിച്ചനൂരേ, മർത്യരിൽ ശ്രേഷ്ഠരാം അല്ലമീനോരേ, മർത്യരിൽ ശ്രേഷ്ഠരാം അൽ അമീനോരേ, മദീനയിലുറങ്ങുന്ന ത്വാഹ റസൂലേ, സലാം ആപ് പർ താജ്ദാരെ മദീന, സലാം ആപ് പർ താജ്ദാരെ മദീന. നമ്മൾ അവസാനത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഇൻഷാ അല്ലാഹ്. ഒരു 10 മിനിറ്റ് കൂടി ഈ സദസ്സ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. പക്ഷേ ഈ 10 മിനിറ്റ്, ഇനി വരാനുള്ള 10 മിനിറ്റുകൾ ഏറ്റവും പ്രധാനപ്പെട്ട സമയങ്ങളാണ്. നമ്മുടെ സകല ചിന്തകളും നമ്മുടെ മനസ്സിൽ നിന്നൊന്ന് മറന്നു കളഞ്ഞ് മദീന എന്ന പുണ്യനഗരി മാത്രം നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ നിറഞ്ഞു വരുന്ന, കൽബിൽ മദീനയുടെ ചിന്ത മാത്രം നിറഞ്ഞു നിൽക്കുന്ന, വളരെയേറെ പുണ്യം നിറഞ്ഞ ഒരു നിമിഷമാണ് ഇനി നമ്മുടെ മുമ്പിൽ വന്നു നിൽക്കുന്നത്. ഈ സദസ്സിൽ നമ്മളിങ്ങനെ മദീന പുണ്യനഗരിയെ മനസ്സിൽ ആവാഹിച്ചെടുത്ത് സ്വലാത്തുകളും സലാമുകളും ചൊല്ലി ഹബീബിൻ്റെ ഹളറത്തിൽ ചെന്ന് നമ്മുടെ പ്രയാസങ്ങളും വിഷമങ്ങളും ഇറക്കി വെച്ച് കണ്ണുനീരിൻ്റെ ഉപ്പുരസത്തിൽ കൽബിൽ കറപിടിച്ച ഹറാമിൻ്റെ ചിന്തകൾ, കൽബിൽ കറപിടിച്ച ഹറാമിൻ്റെ മാലിന്യങ്ങൾ നമുക്കൊന്ന് കഴുകിക്കളയണ്ടയോ? ഈ സദസ്സിൽ നിന്നൊരു പുതിയ മനുഷ്യനായി കണ്ണുനീരുകൾ കൊണ്ട് തെറ്റുകളെ കഴുകിക്കളഞ്ഞ് ഒരു പുതിയ മനുഷ്യനായി ഈ സദസ്സിൽ നിന്ന് നമുക്ക് പിരിഞ്ഞു പോവണ്ടയോ? ഇൻഷാ അല്ലാഹ് നമ്മളെല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. നമുക്ക് ഈ ലൈറ്റുകൾ കൂടി ഓഫ് ചെയ്യാണ്. അപ്പോൾ
രക്ഷിതാക്കൾ കുട്ടികളെ ഇനി ശ്രദ്ധിക്കണം. ഒരു 4-5 കുട്ടികൾ മാത്രമാണ് ഇപ്പോൾ ശബ്ദം ഉണ്ടാക്കുന്നത്. ഇൻഷാ അല്ലാഹ് ആ കുട്ടികളെ കൂടി ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് കാര്യം വളരെ എളുപ്പമാകും. കാരണം നമുക്ക് മറ്റു ശബ്ദങ്ങളോ മറ്റു വെളിച്ചങ്ങളോ ഒന്നും നമ്മുടെ ചിന്തയെ ഇനി വഴിതെറ്റിക്കാൻ പാടില്ല, നമ്മുടെ ശ്രദ്ധ ഇനി തിരിയാൻ പാടില്ല. ആ കുട്ടികളുടെ രക്ഷിതാക്കൾ അവരെ ഒന്ന് കൊണ്ടുപോയി ഒന്ന് അടക്കി നിർത്തുക ഇൻഷാ അല്ലാഹ്.